ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് തായ്ലൻഡിലെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നായ പത്തോങ് ബീച്ച് കാണാൻ പോകാം. സമയം രാവിലെ 9 മണിയായി. സ്കൂട്ടറും എടുത്ത് ഞാൻ കറങ്ങാൻ ഇറങ്ങി. ഫുക്കറ്റിലെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് പാത്തോങ്. ഷോപ്പിംഗ് മാളുകളും വാക്കിംഗ് സ്ട്രീറ്റുമൊക്കെയുള്ള ഒരു തിരക്കേറിയ സിറ്റിയാണ് പാത്തോങ്. അതിനോട് ചേർന്നാണ് പാത്തോങ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. എന്ത് മനോഹരമായൊരു വ്യൂ ആണെന്ന് നോക്കിയേ. നല്ല ക്ലീൻ ആൻഡ് കളർഫുൾ ആയിട്ടുണ്ട് ബീച്ച്. ബീച്ചുകൾ തന്നെയാണ് ഫുക്കറ്റിൻ്റെ പ്രധാന ആകർഷണം. രാവിലെ തന്നെ വിനോദസഞ്ചാരികളും ചെറുകിട കച്ചവടക്കാരുമൊക്കെയായി ബീച്ചിൽ തിരക്കായി കഴിഞ്ഞു. ബീച്ചിന് സമാന്തരമായി ഒരു റോഡും അതിനപ്പുറം പത്തോങ് വാക്കിംഗ് സ്ട്രീറ്റുമാണ്. ഫുക്കറ്റിലെ നൈറ്റ് ലൈഫിൻ്റെ കേന്ദ്രമായാണ് പത്തോങ് അറിയപ്പെടുന്നത്. ഇതിന് തൊട്ടപ്പുറത്താണ് വാക്കിംഗ് സ്ട്രീറ്റ്. ഒരു മിനി പട്ടായ എന്ന് വേണമെങ്കിൽ വിളിക്കാം പത്തോങ് വാക്കിംഗ് സ്ട്രീറ്റിനെ. പത്തോങ്ങിൽ എവിടെ നോക്കിയാലും റെസ്റ്റോറൻറ്റുകളും ബാറും ക്ലബ്ബുകളും ഒക്കെയാണ് കാണാനാവുക. നമുക്കാദ്യം ബീച്ചിലേക്ക് പോകാം. നിരവധി മസാജ് സെൻ്ററുകൾ കാണാം ബീച്ചിൽ. നമ്മുടെ ഇന്ത്യൻ പതാകയും നോർവേയുടെ പതാകയും ഒന്നിച്ച് പാറി നിൽക്കുന്നതാണ് ആദ്യം കണ്ടത്. ഇതുപോലെ മനോഹരമായ ബീച്ചുകൾ തന്നെയാണ് ഫുക്കറ്റിൻ്റെ പ്രധാന ആകർഷണം. നമ്മുടെ നാട്ടിലെ ബീച്ചുകളും ഇതുപോലെ മനോഹരമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനും തോന്നിപ്പോകും. പാരാസൈലിംഗ്, ജെറ്റ് സ്കീയിങ്, സ്നോർക്കലിംഗ്, ബോട്ടിംഗ് തുടങ്ങി നിരവധി ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. ഞാൻ എത്തിയപ്പോൾ തന്നെ ബീച്ചിൻ്റെ പല ഭാഗങ്ങളിലായി പാരാസൈലിംഗ് ചെയ്യുന്നത് കണ്ടു. ഏകദേശം 5 മിനിറ്റാണ് ഒരാളെയും കൊണ്ട് പാരാസൈലിംഗ് നടത്തുന്നത്. ഒരു സ്പീഡ് ബോട്ടിൽ കെട്ടിവലിച്ചാണ് അവരത് പറപ്പിക്കുന്നത്. നല്ല ഉയരത്തിൽ പറന്ന് ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി വരാം. ഒരാളിവിടെ പറക്കാൻ തയ്യാറായി കഴിഞ്ഞു. No. Evening. Not now. Oh, 1,500, right? I give you 1,000. Okay. I will come evening. Coming to for me. No? Okay. Your name, please? You coming check. Yeah. Okay. Your name? Simok. Your name? Simok. Simok 88. Okay. Coming. Both color orange. Okay. Coming standby. Yeah. 1200 തായ് ബാത്താണ്. 1000 തായ് ബാത്തിന് ചെയ്യാമെന്നൊക്കെയാണ് ആൾ പറയുന്നത്. എന്തായാലും മറ്റൊരു ദിവസം ആവാമെന്ന് വെച്ചു. അപ്പോഴേക്കും ഇവിടുന്ന് പറന്നു പൊങ്ങിയവർ കറങ്ങി തിരിച്ചു വന്നു. രാവിലെ വളരെ പീസ്ഫുള്ളായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. കുറച്ച് നേരം ഇവിടെ ഇരുന്നാൽ തന്നെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. ടൂറിസത്തെ ആശ്രയിച്ചാണ് കൂടുതൽ ആളുകളും ഇവിടെ ജീവിക്കുന്നത്. ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ബാറും ക്ലബ്ബുകളും ഒക്കെ കാണാം ഇവിടെ. കൂടാതെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്നവരും ചെറിയ ഫുഡ് സ്റ്റാളുകൾ നടത്തിയുമൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരെ കാണാം ഇവിടെ. മൊബൈലിൻ്റെ കവറും സ്ക്രീൻ കാർഡും ഒക്കെ പോലുള്ള ചെറിയ ആക്സസറീസ് വിൽക്കുന്ന ഒരു ചെറിയ കടയാണ് ആ സ്കൂട്ടറിൽ പോകുന്നത്. How are you? Hi, I'm fine. Thank you. പിന്നെ ഇവിടുത്തെ ആളുകളെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. ഇന്നലെ കണ്ടപ്പോൾ സലാം പറഞ്ഞു പോയ ആളാണ് വീണ്ടും എന്നെ കണ്ടപ്പോൾ അടുത്ത് വന്ന് കൈതന്ന് കുശലം പറഞ്ഞു പോയത്. നമുക്കിനി അടുത്തുള്ള വാക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാം. ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് സ്കൂട്ടർ റെന്റിനെടുക്കുന്നതാണ് കാണുന്നത്. അവർ വണ്ടിയെല്ലാം ഫുള്ള് ചെക്ക് ചെയ്ത് മൊബൈലിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുന്നത് കാണാം.
എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അവർക്കതൊരു പ്രശ്നമാവാതിരിക്കാനാണ് ചെയ്യുന്നത്. ഫുക്കറ്റിൻ്റെ നൈറ്റ് ലൈഫ് സെൻറ്റർ എന്നറിയപ്പെടുന്ന പതോങ് വാക്കിംഗ് സ്ട്രീറ്റാണ് നേരെ കാണുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകളും കുറച്ച് സിറ്റിയിലെ കാഴ്ചകളും ഒക്കെ കാണാം അടുത്ത വീഡിയോയിലൂടെ. നിങ്ങൾ ആരെങ്കിലും തായ്ലൻഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഫുക്കറ്റിലും കൂടെ വരാൻ ശ്രമിക്കണം. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനായിട്ട്. ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മതിയാവും ഈ ഫുക്കറ്റിലെ പ്രധാന ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.